Hi all, welcome to Competitive Cracker. എൻ്റെ പേര് നിഷ. ലൈൻമാൻ ഇലക്ട്രിക്കലിന്റെ എക്സാം സെപ്റ്റംബറിൽ നടക്കുകയാണെന്ന് എല്ലാവരും അറിഞ്ഞാണല്ലോ. എല്ലാവരും അപ്ലൈ ചെയ്തെന്ന് വിശ്വസിക്കുന്നു. സോ ഇനി നമുക്ക് എന്താ വേണ്ടത്? വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ വ്യക്തമായിട്ടൊരു സ്റ്റഡി പ്ലാനോടുകൂടി പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് സ്റ്റെപ്പ്, അതിൻ്റെ പ്രിപ്പറേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? സിലബസ് അനാലിസിസ് തന്നെയാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഈ എക്സാമിൻ്റെ സിലബസ് ഒന്ന് നോക്കിയാലോ. നമുക്ക് 100 മാർക്സിൻ്റെ എക്സാം ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതായത് ടോട്ടൽ നമുക്ക് 10 മൊഡ്യൂളുകളാണ് ഉള്ളത്. ഓരോ മൊഡ്യൂളുകളിൽ നിന്നും 10 മാർക്ക് വീതമാണ് എക്സാമിനുള്ളത്. സോ 100 മാർക്സ് ആണ് ടോട്ടൽ എക്സാമിനായിട്ടുള്ളത്. അപ്പോൾ ഓരോ മൊഡ്യൂൾ വൈസ് നമുക്കൊന്ന് അനലൈസ് ചെയ്താലോ. ഫസ്റ്റ് മൊഡ്യൂൾ ബേസിക് ഇലക്ട്രിസിറ്റി 10 മാർക്സ് ആണ് ഉള്ളത്. എന്തൊക്കെയാണ് ബേസിക് ഇലക്ട്രിസിറ്റിയിൽ പഠിക്കാനുള്ളത്? ഫണ്ടമെന്റൽ ഓഫ് ഇലക്ട്രിസിറ്റി, ഫ്ലെക്സ് ആൻഡ് സോൾഡറിംഗ് ടെക്നിക്, പ്രോപ്പർട്ടി ഓഫ് റെസിസ്റ്റൻസ്, കണ്ടക്ടർ, ഇൻസുലേറ്റർ, സെമി കണ്ടക്ടർ, ടൈപ്സ് ഓഫ് വയേഴ്സ് ആൻഡ് കേബിൾസ്. ഇത്രയും പോർഷൻസ് ആണ് നമ്മുടെ ബേസിക് ഇലക്ട്രിസിറ്റി എന്നുള്ള പാർട്ടിൽ നിന്ന് പഠിക്കാനായിട്ടുള്ളത്. എത്ര മാർക്സ് ആണ്? 10 മാർക്സ് ആണ്. അപ്പം നമുക്കറിയാം 10 മൊഡ്യൂളുകൾ, ഓരോ മൊഡ്യൂളുകളിൽ നിന്നും 10 മാർക്ക് വീതം, ടോട്ടൽ 100 മാർക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ മൊഡ്യൂളിലും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കണം. അങ്ങനെ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്ത് നല്ലൊരു റാങ്കിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. സെക്കൻഡ് മൊഡ്യൂളിൻ്റെ കാര്യം നോക്കിയാലോ. സെക്കൻഡ് മൊഡ്യൂൾ ഓംസ് ലോ ആണ് അല്ലേ. ഓംസ് ലോ, കിർച്ചോഫ്സ് ലോ, ഇഫക്ട്സ് ഓഫ് വേരിയേഷൻ ഓഫ് ടെമ്പറേച്ചർ ഓൺ റെസിസ്റ്റൻസ്, chemical effects of electric current, laws of resistance, different types of cells, grouping of cells, care and maintenance of a cell, buckling and sedimentation. ഇത്രയും പാർട്സ് ആണ് സെക്കൻഡ് മൊഡ്യൂളായ ഓംസ് ലോയിൽ നിന്ന് ഉള്ളത്. അതിനും എത്ര മാർക്സ് ആണ്? 10 മാർക്കാണ് ഉള്ളത്. സോ നമ്മൾ ഈ ഓരോ മൊഡ്യൂളിലെയും കണ്ടന്റ് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. എന്താണ് നമ്മൾ പഠിക്കേണ്ടത്, എന്നിട്ട് അതിനകത്തെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അതിനകത്തെ കോൺസെപ്റ്റ് നന്നായിട്ട് പഠിച്ചിട്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അടുത്ത മൊഡ്യൂള്, തേർഡ് മൊഡ്യൂൾ എന്താണ്? മാഗ്നറ്റിസം ആണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്, പാര, ഡയ ആൻഡ് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസ്, ഇലക്ട്രോ മാഗ്നറ്റിസം, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് റൂൾ, MMF, ഫ്ലെക്സ് ഡെൻസിറ്റി, reluctance, Faraday's laws of electromagnetic induction, Lenz's law, capacitor, types and functions. അപ്പോൾ ഇത്രയാണ് നമ്മുടെ തേർഡ് മൊഡ്യൂളായ മാഗ്നറ്റിസം എന്നുള്ള മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് അല്ലേ. ദെൻ ഫോർത്ത് മൊഡ്യൂൾ, അതിനും എത്ര മാർക്സ് ആണ്? 10 മാർക്സ് തന്നെയാണ്. ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആൻഡ് എർത്തിങ്. ഓൾട്ടർനേറ്റിംഗ് കറണ്ട്, എർത്തിങ്, types of wiring both domestic and industrial, grading of cable and wires, current rating, testing of installation by MEG. ഇത്രയും പോർഷനാണ് നമുക്ക് നമ്മുടെ ഫോർത്ത് മൊഡ്യൂളായ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആൻഡ് എർത്തിങ് എന്നുള്ള പോർഷനിൽ നിന്ന് പഠിക്കാനായിട്ടുള്ളത്. നെക്സ്റ്റ് മൊഡ്യൂളാണ് മൊഡ്യൂൾ 5. ഏതാണ്? DC മെഷീൻ. അപ്പോൾ അതിൽ നിന്നും 10 മാർക്സ് ആണുള്ളത്. DC ജനറേറ്റേഴ്സ് ആൻഡ് ടൈപ്പ്, EMF equation, description of series, shunt and compound generator, DC motors and type, starters, 3-point, 4-point and speed control machine. ഇത്രയാണ് നമുക്ക് ഫിഫ്ത്ത് മൊഡ്യൂളായ DC മെഷീൻ എന്നുള്ള ഭാഗത്ത് നിന്ന് പഠിക്കാനായിട്ടുള്ളത്. നെക്സ്റ്റ് മൊഡ്യൂളാണ് AC motors single and 3 phase. AC motors and starters single phase and 3 phase, DOL, star delta, slip ring motor starter, auto transformer starter, AC motor panel wiring, phase sequence. ഇത്രയാണ് നമുക്ക് സിക്സ്ത് മൊഡ്യൂളായി AC motors സിംഗിൾ ആൻഡ് 3 phase എന്ന് പഠിക്കാനായിട്ടുള്ളത്. ദെൻ മൊഡ്യൂൾ 7 ഇൻസ്ട്രുമെൻറ്റ്സ് ആൻഡ് ട്രാൻസ്ഫോമേഴ്സ്. ഇൻസ്ട്രുമെൻറ്റ്സ് ആൻഡ് ട്രാൻസ്ഫോമേഴ്സ് ഇന്ന് എന്തൊക്കെയാണ്? മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്, ഇൻഡിക്കേഷൻ ടൈപ്പ് ആൻഡ് ഡിഫ്ലക്റ്റിംഗ് ടൈപ്സ്, controlling torque and damping torque, basic principle of transformer, EMF equation of transformers, parallel operation of transformers, cooling, protective devices. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മൊഡ്യൂൾ 7ൽ നിന്ന് പഠിക്കാനായിട്ടുള്ളത് അല്ലേ. ദെൻ മൊഡ്യൂൾ 8 ഇലൂമിനേഷൻ ആൻഡ് ബേസിക് ഇലക്ട്രോണിക്സ്. ഇലൂമിനേഷൻ, laws of illumination,
types of lamp, domestic appliances, semiconductors, p-type and n-type, classification of diode, rectifier and transistor. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് 8th മൊഡ്യൂളിൽ നിന്ന് പഠിക്കാനായിട്ടുള്ളത്. ദെൻ 9th ആണ് പവർ ജനറേഷൻ. ജനറേഷൻ സോഴ്സ് ഓഫ് എനർജി, വേരിയസ് ടൈപ്സ് ഓഫ് എന്താണ് പവർ ജനറേഷൻ ആണ് നമുക്ക് മൊഡ്യൂൾ 9ൽ നിന്ന് പഠിക്കാനായിട്ടുള്ളത് അല്ലേ. ലാസ്റ്റ് ആണ് മൊഡ്യൂൾ 10, ഒരു ചെറിയൊരു മൊഡ്യൂളാണ് ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, കമ്പാരിസൺ ഓഫ് എ സി ആൻഡ് ഡി സി ട്രാൻസ്മിഷൻ. അപ്പം ഇത്തരത്തിൽ 10 മൊഡ്യൂളുകൾ അല്ലേ, ഓരോ മൊഡ്യൂളിൽ നിന്നും 10 മാർക്ക്, ടോട്ടൽ എത്ര മാർക്സ് ആണ്? 100 മാർക്കാണ് സിലബസ് എന്ന് പറയുന്നത്. അപ്പോൾ താഴെ നമുക്കൊരു നോട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ്? It may be noted that apart from the topics detailed above, questions from other topics prescribed for the educational qualification of the post may also appear in the question paper. അതായത് ഈ പറഞ്ഞ കാര്യങ്ങൾ അതല്ലാതെ അതിൻ്റെ പുറത്തുനിന്ന് എന്താണ് നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, എക്സാമിന് എന്ത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണോ ആവശ്യപ്പെട്ടിട്ടുള്ളത് അതുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ലെവലിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കാം എന്നുള്ളൊരു നോട്ടും കൂടെ PSC പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത്രയാണ് ഒരു സിലബസ് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? സിലബസ് നന്നായിട്ട് മനസ്സിലാക്കുക. ഓരോ മൊഡ്യൂൾ വൈസ് വായിക്കുക, എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് അത് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, എന്നിട്ട് അതിനനുസരിച്ച് വേണം പ്രിപ്പറേഷൻ എന്ത് ചെയ്യാനായിട്ട്, സ്റ്റാർട്ട് ചെയ്യാനായിട്ടല്ലേ. അപ്പം ഞാൻ പറഞ്ഞു ഇനി വളരെ കുറച്ച് ദിവസങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത്. അപ്പോൾ ഇത്രയും ദിവസങ്ങൾ നമ്മൾ നന്നായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ ഈ എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അങ്ങനെ പഠിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു ഇഫക്റ്റീവായിട്ട് ലേണിംഗ് സ്ട്രാറ്റജി വേണം അല്ലേ. അപ്പോൾ എന്താ ശരിക്കും ഇഫക്റ്റീവ് ലേണിംഗ് സ്ട്രാറ്റജി എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത്? ആദ്യം നമ്മൾ ബേസിക്സിൽ നിന്ന് തുടങ്ങണം. അപ്പം ഈ കോൺസെപ്റ്റ്സ് എന്തൊക്കെയാണ് നിങ്ങൾ കണ്ടല്ലോ, അതിൻ്റെയൊക്കെ ബേസിക്സ് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ. ഇപ്പോൾ ഓംസ് ലോ ഉണ്ട്, അപ്പോൾ ഓംസ് ലോ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിൽ ട്രാൻസ്മിഷൻ ലൈൻസ്, അതിനെപ്പറ്റി ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ആൻസർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ എന്താണ്, ബേസിക്സിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അനലൈസ് ദ സിലബസ്, അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത് അല്ലേ. അപ്പോൾ ഇതേപോലെ നിങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് സിലബസ് അനലൈസ് ചെയ്യുക. അപ്പോൾ അതിൽ നിങ്ങൾക്ക് സ്ട്രോങ് ഏരിയാസ് കാണും, വീക്ക് ഏരിയാസ് കാണും. അപ്പോൾ സ്ട്രോങ് ഏരിയാസ് പഠിച്ചതിന് ശേഷം വീക്ക് ഏരിയാസ് 2-3 തവണ പഠിക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതൊക്കെ എന്താണ്, അതൊക്കെ ഓരോ പേഴ്സൺ ടു പേഴ്സൺ വേരി ചെയ്യും അല്ലേ. അപ്പോൾ അതനുസരിച്ച് നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് ആദ്യം സ്ട്രോങ് ഏരിയാസ് പഠിക്കുകയാണെങ്കിൽ അങ്ങനെ, പിന്നെ വീക്ക് ഏരിയാസ് പഠിച്ച് അത് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യണമെങ്കിൽ എന്താണ്, നമ്മുടെ സിലബസ് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം അല്ലേ. ദെൻ സ്റ്റഡി ഇൻ ഡീറ്റെയിൽ. സിലബസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, നന്നായിട്ട് പഠിക്കണം. ഡീറ്റെയിൽ ആയിട്ട് ഓരോ കോൺസെപ്റ്റ്സ് നന്നായിട്ട് പഠിക്കണം. നെക്സ്റ്റ് വർക്കൗട്ട് എന്താണ്, MCQs. അപ്പോൾ നമ്മൾ നന്നായിട്ട് പഠിച്ച കോൺസെപ്റ്റ് പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, ആ കോൺസെപ്റ്റിന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനായിട്ട് എന്ത് ചെയ്യണം, MCQ വർക്കൗട്ട് ചെയ്യുക. നമുക്കറിയാം ഒരു കോമ്പറ്റേറ്റീവ് എക്സാമാണ്, നമ്മുടെ എക്സാം മോഡ് എന്നാണ് ഒരു MCQ ടൈപ്പ് എക്സാമാണ് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഇതിൽ നിന്ന് MCQ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളത് ഓരോ പോർഷനിൽ നിന്നും, അപ്പോൾ അത് നമ്മൾ അറിയണം. അതിനായിട്ട് നമ്മൾ ഒരുപാട് MCQ വർക്കൗട്ട് ചെയ്യണം, അത് പ്രാക്ടീസ് ചെയ്യണം. അതിലൂടെ വേണം നമ്മൾ കോൺഫിഡൻസ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ എന്താണ് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ സ്റ്റഡി പ്ലാൻ എന്നുള്ളതാണ് അല്ലേ. അപ്പം ഫസ്റ്റ് വൺ എന്താണ്, ലൈവ് ക്ലാസ്സസ്. ഏറ്റവും വലിയൊരു ഫീച്ചറും ഏറ്റവും നല്ല ഫീച്ചറുമായിട്ട് തോന്നിയതാണ് ലൈവ് ക്ലാസ്സസ് ആണ്. എന്ന് വെച്ചാൽ ഒരു ഇൻട്രാക്റ്റീവ് സെഷനാണ്, നിങ്ങൾക്ക് അധ്യാപകരുമായിട്ട് നേരിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള സെഷനാണത്. നിങ്ങൾക്ക് അധ്യാപകർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും, കോൺസെപ്റ്റ്സ് പറഞ്ഞു തരും. അപ്പം നിങ്ങൾക്ക് അപ്പോൾ വരുന്ന ഡൗട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റിയൊരു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈവ് സെഷൻസ് നിങ്ങൾക്കായിട്ട് ഒരുക്കുന്നുണ്ട്. അപ്പോൾ അത് മാക്സിമം യൂസ് ചെയ്യാം. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ആ സമയം തന്നെ ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നതാണ്. നെക്സ്റ്റ് സിലബസ് ബേസ്ഡ് റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസ്. അതായത് നമ്മൾ ഈ കണ്ട സിലബസിൽ ഓരോ പോർഷനിൽ നിന്നുള്ള വീഡിയോ ക്ലാസ്സസ്, റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. നെക്സ്റ്റ് മെൻറ്റർഷിപ്പ് സപ്പോർട്ട് അല്ലേ, നമുക്കൊരു ഗൈഡൻസും ഒരു പ്രോപ്പർ ഗൈഡൻസും മോട്ടിവേഷനും ഒക്കെ തരുന്നതിനായിട്ട് വളരെ പ്രോപ്പറായിട്ടുള്ളൊരു മെൻറ്റർഷിപ്പ് സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനും നിങ്ങളെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാനൊക്കെ മെൻറ്റർഷിപ്പ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് വീക്ക്ലി റിവിഷൻ എക്സാം ആണ് അല്ലേ. എല്ലാ വീക്കിലും എന്തുണ്ടാവും, റിവിഷൻ എക്സാം ഉണ്ടാവും.
അപ്പോൾ നമ്മുടെ ഓരോ വീക്കിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും എന്ത് നടത്തുന്നത്, വീക്കിലി റിവിഷൻ എക്സാം നടത്തുന്നത്. അപ്പോൾ ആ വീക്കിലി റിവിഷൻ എക്സാം എഴുതുമ്പോൾ നമുക്ക് എന്താ ഉപകാരം? നമുക്ക് ആ ഒരാഴ്ച പഠിച്ച കാര്യങ്ങൾ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും. രണ്ടാമതായിട്ട് അതിലെ ബുദ്ധിമുട്ടുള്ള പോർഷൻ ഏതാണ്, ഓരോരുത്തർക്കും അതിനകത്ത് ബുദ്ധിമുട്ടുള്ള പോർഷൻ ഏതാണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. തേർഡ് പോയിന്റ് എന്താണ്, നമുക്ക് ഏത് പോർഷനാണ് കുറച്ചുകൂടെ ഈസി ആയിട്ട് കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നത്, വിച്ച് മീൻസ് സ്ട്രോങ് ആൻഡ് വീക്ക് ഏരിയാസ് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് റിവിഷൻ എക്സാമിൻ്റെ ഏറ്റവും വലിയ ഗുണം. പിന്നെ വേറൊരു ഗുണം എന്താണ്, ടൈം മാനേജ്മെൻ്റ് ആണ്. ഓക്കെ, നമുക്ക് നല്ല രീതിയിൽ ടൈമിനെ മാനേജ് ചെയ്യാൻ പറ്റും. റിവിഷൻ എക്സാം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പെർട്ടിക്കുലർ ടൈം വെച്ചിട്ടായിരിക്കും അത് ചെയ്യുന്നുണ്ടാവുക, നിങ്ങൾ എഴുതുന്നുണ്ടാവുക. അപ്പോൾ ആ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് പറ്റും, അല്ലേ? ഇപ്പം നമ്മളൊരു എക്സാം എഴുതുമ്പോൾ നമുക്ക് ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് തോന്നുന്ന കാര്യം എന്താണ്, ടൈം മാനേജ്മെൻ്റ് ആണ്, അല്ലേ? നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമുക്ക് ആ ഒരു ടൈമിനുള്ളിൽ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്നുണ്ടോ എന്ന് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം, അല്ലേ? അപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ നന്നായിട്ട് അറിയായിരിക്കും, പക്ഷേ ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ നമുക്കത് ഓർമ്മ വരില്ല, അല്ലെങ്കിൽ നമുക്കത് അതിൻ്റെ ആൻസർ അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ളൊരു വലിയൊരു പ്രശ്നമാണ്, അല്ലേ? അപ്പോൾ അതൊക്കെ മാറുന്ന എങ്ങനെയാണ്, ടൈം മാനേജ്മെൻറ്റ് ഇഫക്റ്റീവ് ആകുമ്പോഴാണ്, അല്ലേ? അപ്പോൾ റിവിഷൻ എക്സാമിലൂടെ നമുക്ക് കിട്ടുന്നതും അത് തന്നെയാണ്, ടൈം നല്ല രീതിയിൽ മാനേജ് ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളത് റിവിഷൻ എക്സാമിൻ്റെ ഏറ്റവും നല്ല പ്രത്യേകതയാണ്. അപ്പം ഈ റിവിഷൻ എക്സാം എന്ന് പറയുമ്പോൾ കുറേ യൂസസ് ഉണ്ട് നമുക്കതിനകത്ത്. നമ്മുടെ സ്ട്രോങ് ആൻഡ് വീക്ക് ഏരിയാസ് മനസ്സിലാവും, ടൈം മാനേജ്മെൻറ്റ് മനസ്സിലാവും, അത് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു നല്ല പ്രാക്ടീസാണ്. നമ്മുടെ സബ്ജക്റ്റ് ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് MCQൻ്റെ ഒരു നല്ലൊരു പ്രാക്ടീസും കൂടിയാണ് റിവിഷൻ എക്സാം എന്ന് പറയുന്നത്. അപ്പം എക്സാം അടുക്കുമ്പോഴത്തേക്ക് ഒരുപാട് റിവിഷൻ എക്സാമുകൾ നമ്മൾ എഴുതി കഴിഞ്ഞിരിക്കും, അല്ലേ? അപ്പോൾ തന്നെ നമ്മൾ മാക്സിമം കോൺഫിഡൻ്റ് ആവും, ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസും ഒക്കെ ഒരു ധൈര്യം ഒക്കെ നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ എക്സാം ഹോളിൽ പോയി ഈസി ആയിട്ട് ആൻസർ ചെയ്യും, അല്ലേ? അപ്പോൾ അതിനുള്ള ഒരു ഏറ്റവും നല്ലൊരു പ്രാക്ടീസാണ് എന്തെന്ന് പറയുന്നത്, റിവിഷൻ എക്സാം എന്ന് പറയുന്നത്, അല്ലേ? അടുത്ത ഫീച്ചറാണ് PYQ അനാലിസിസ് എന്ന് പറയുന്നത്. PYQ അനാലിസിസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, അല്ലേ? അപ്പം നമുക്ക് അറിയാം, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഒരുപാട് പ്രാധാന്യം അർഹിക്കുന്നത്, അല്ലേ? എന്തിനൊക്കെയാണ്, എക്സാം പാറ്റേൺ മനസ്സിലാവാനായിട്ട്, അല്ലേ? ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഡിഫിക്കൽറ്റി ലെവൽ എന്താണ്, അല്ലെങ്കിൽ കുറേ വർഷത്തെ PYQയിലൂടെ നമുക്ക് ഡിഫിക്കൽറ്റി ലെവൽ എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്ത് വരുന്നത്, ഓക്കെ, എക്സാം പാറ്റേണിലുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, PYQ അറിഞ്ഞിരിക്കണം. എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് മുൻകാലങ്ങളിൽ മുൻ വർഷങ്ങളിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു എക്സാമിനായിട്ട് ചോദിച്ചിരിക്കുന്നത്, എന്താണ് എക്സാം പാറ്റേൺ, ഇതൊക്കെ നമുക്ക് മനസ്സിലാവും, അല്ലേ? അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കുന്നത് നമുക്ക് ഉപകാരപ്രദമല്ലേ? അതെ, ഇനിയുള്ള പ്രിപ്പറേഷനിൽ അത് വളരെയധികം ഉപകാരപ്രദമാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വർക്ക് ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കുന്നവർ, എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ. അപ്പം നമ്മുടെ ഒരു ബിസി ലൈഫിൽ ബിസി ഷെഡ്യൂളിൽ PYQ അനലൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ്, സബ്ജക്റ്റ് ഏരിയാസ്, ഇപ്പം PYQ അനാലിസിസിൽ കൂടെ മനസ്സിലാവുന്ന വേറൊരു കാര്യം എന്താണ്, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള സബ്ജക്റ്റ് ഏരിയ ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതും PYQൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ്, അല്ലേ? അപ്പം ഇതൊക്കെ നമുക്ക് ഏത് ഏരിയയിലാണ് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, അല്ലേ? ഇപ്പം സിലബസ് ഇത്ര ഉണ്ടെങ്കിൽ പോലും ഇതിലെ എല്ലാ പോർഷനിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിക്കണമെന്ന് നിർബന്ധമില്ല, അല്ലേ? അത് നമ്മുടെ നോട്ടിലുണ്ടായിരുന്നു, നോട്ടിഫിക്കേഷൻ നോട്ടിലുണ്ടായിരുന്നു, എല്ലാ ഏരിയാസിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിച്ചുകൊള്ളണം എന്നുള്ള നിർബന്ധമില്ല. അപ്പോൾ ചില ഏരിയാസിൽ നിന്ന് എല്ലാ തവണ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ മനസ്സിലാവും, അനാലിസിസിലൂടെ മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്താണ്, ആ ഒരു സബ്ജക്റ്റ് ഏരിയ നമുക്ക് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും, അല്ലേ? നിങ്ങൾക്കറിയാം, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഹാർഡ് വർക്കിനെക്കാട്ടി ഇമ്പോർട്ടൻസ് സ്മാർട്ട് വർക്കാണ്, അല്ലേ? നമ്മൾ എല്ലാ പോർഷൻസും ഫുള്ള് പഠിച്ചിട്ട് പോയി എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എക്സാം ക്രാക്ക് ചെയ്യണം എന്നില്ല, അല്ലേ? എപ്പോഴും എക്സാം ക്രാക്ക് ചെയ്യുന്ന ആരാണ്, വളരെ ഇൻ്റലിജൻ്റ് ആയിട്ട് എക്സാമിനെ കാണുന്ന ആൾക്കാരായിരിക്കും എക്സാം ക്രാക്ക് ചെയ്യുന്നുണ്ടാവുക, അല്ലേ? അതായത് എങ്ങനെ പഠിക്കണം, അതായത് ഏത് ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളത് എന്നൊക്കെ കണ്ടെത്തി പഠിച്ചു പോകുന്നവരായിരിക്കും എപ്പോഴും എക്സാം ക്രാക്ക് ചെയ്യുന്നുണ്ടാവുക, അല്ലേ? പ്രത്യേകിച്ച് നമുക്ക് ടൈം കുറവാണ്, ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വിശദമായിട്ട് പഠിക്കാനുള്ള സമയം നമുക്കില്ല, അല്ലേ? ഇനി വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ. അപ്പം ഈ ഒരു കുറച്ച് സമയത്തിനുള്ളിൽ ഏത് കാര്യങ്ങൾ അല്ലെങ്കിൽ ഏത് ഏരിയ
നന്നായിട്ട് പഠിച്ചാലാണ് നമുക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുക എന്നല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. സോ അതിന് എന്ത് ഇമ്പോർട്ടൻ്റ് ആണ്? PYQ അനാലിസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നിങ്ങളെ അതിനായിട്ട് ഗൈഡ് ചെയ്യുന്നു. അതായത് നിങ്ങൾക്ക് PYQ അനാലിസിസിലൂടെ ഏതൊക്കെയാണ് ഫോക്കസ് ഏരിയാസ് എന്ന് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വളരെ വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ PYQ അനാലിസിസ് എന്ന് പറയുന്നതും എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. നെക്സ്റ്റ് മോഡൽ എക്സാം ആണ്. മോഡൽ എക്സാം എന്ന് പറയുന്നത് നമുക്ക് എക്സാം അടുത്ത് വരികയാണ്. അപ്പം എക്സാമിൻ്റെ അതേ പാറ്റേണിൽ അതേ മാർക്കിൽ നമ്മൾ മോഡൽ എക്സാം ചെയ്യുന്നുണ്ട്. അപ്പം എക്സാം അടുപ്പിച്ച് നിങ്ങൾക്ക് മോഡൽ എക്സാം ചെയ്യുന്നതിലൂടെ എന്താണ് ഒരു 100 മാർക്സിൻ്റെ എക്സാം നമ്മളൊരു കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്താണ് നമ്മുടെ കോൺഫിഡൻസ് വളരെയധികം കൂടും അല്ലേ. അതായത് നമുക്ക് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യാനും എക്സാമിനെ ഫേസ് ചെയ്യാനായിട്ടും ഒക്കെ പറ്റും മോഡൽ എക്സാമിലൂടെ അല്ലേ. അപ്പോൾ ഇത് എല്ലാ ഫീച്ചറുമായിട്ട് ടീം കോമ്പറ്റേറ്റീവ് ട്രാക്ക് നിങ്ങളുടെ മുന്നിൽ എത്തുകയാണ്. സോ ലൈൻമാൻ ഇലക്ട്രിക്കൽ നമ്മൾ ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. 45 days ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യണം. നിങ്ങൾക്കറിയാം നിങ്ങളുടെ മുന്നിൽ ഇനി വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സമയം ഏറ്റവും ഇഫക്റ്റീവായിട്ട് പഠിക്കുക എന്നുള്ളത് തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ അങ്ങനെ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണ് അല്ലേ. PYQ അനാലിസിസും മോഡൽ എക്സാമും റിവിഷൻ എക്സാമും ലൈവ് ക്ലാസ്സസും. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം ലൈവ് ക്ലാസ്സസിൻ്റെയും മോഡൽ എക്സാമിൻ്റെയും റിവിഷൻ എക്സാമിൻ്റെ ഒക്കെ പ്രാധാന്യം നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. സോ ഇത്തരം എല്ലാ ഫീച്ചറോട് കൂടി പഠിച്ചാൽ മാത്രമേ എക്സാം ഹാളിൽ കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് എക്സാമിനെ അപ്പിയർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം നല്ലൊരു പ്രിപ്പറേഷൻ അനിവാര്യമാണ്. അപ്പോൾ ആ പ്രിപ്പറേഷന് നിങ്ങൾക്കൊരു പ്രോപ്പർ ഗൈഡൻസും അത്യാവശ്യമാണ്. അപ്പോൾ ആ ഒരു പ്രോപ്പർ ഗൈഡൻസ് തരാനായിട്ട് CC എത്തുകയാണ്. അപ്പോൾ ഇനി ഒട്ടും വൈകണ്ട. നമുക്കിനി ഒട്ടും സമയമില്ല എന്നറിയാലോ. ഇപ്പോഴേ നല്ല രീതിയിൽ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ എക്സാം ആകുമ്പോഴത്തേക്കും നമുക്ക് പേടിയൊന്നുമില്ലാതെ ധൈര്യമായിട്ട് പോയി എക്സാം എഴുതി ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. നമുക്ക് ഈ പറഞ്ഞ മൊഡ്യൂളിലെ ഒരുവിധം എല്ലാ കാര്യങ്ങളും പഠിക്കണം അല്ലേ. ഫോക്കസ് ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്തൊക്കെ പഠിക്കണം. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യണം. അപ്പോൾ അതിനൊക്കെ തയ്യാറായിക്കോളൂ. അപ്പോൾ ഇനി ഒട്ടും വൈകണ്ട. ഇപ്പം തന്നെ കോഴ്സിന് ജോയിൻ ചെയ്യുക. നമുക്ക് നന്നായിട്ട് ഒരുമിച്ച് പഠിച്ചു തുടങ്ങാം. അപ്പം ഇനി നിങ്ങൾ തയ്യാറായിക്കോളൂ നന്നായിട്ട് പഠിക്കാനും എക്സാം ക്രാക്ക് ചെയ്യാനും. അപ്പോൾ അതിന് നിങ്ങളെ സഹായിക്കാനായിട്ട് ഞങ്ങൾ എത്തുകയാണ്. അപ്പം ഓഗസ്റ്റ് 4-ാം തീയതി ലൈൻമാൻ ഇലക്ട്രിക്കലിനെ പറ്റിയുള്ള നിങ്ങളുടെ സംശയങ്ങളും നിങ്ങളുടെ കൺഫ്യൂഷൻസും ഒക്കെ മാറ്റി തരുന്നതിനായിട്ട് ഒരു ഫ്രീ വെബിനാറുമായിട്ട് CC എത്തുകയാണ്. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യണം. നിങ്ങളുടെ ഈ എക്സാമിനെ പറ്റിയുള്ള സംശയങ്ങളും സിലബസിനെ പറ്റിയാണെങ്കിലും എക്സാമിനെ പറ്റിയാണെങ്കിലും എന്ത് സംശയങ്ങളാണെങ്കിലും ചോദിച്ച് മനസ്സിലാക്കി നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇഫക്റ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പം മറക്കണ്ട, ഓഗസ്റ്റ് 4-ാം തീയതി ഒരു ഫ്രീ വെബിനാറുമായി ലൈൻമാൻ ഇലക്ട്രിക്കലിൻ്റെ ഒരു ഫ്രീ വെബിനാറുമായിട്ട് CC എത്തുകയാണ്. എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യണം. ഒപ്പം ഒട്ടും വൈകാതെ നമ്മുടെ കോഴ്സിനും ജോയിൻ ചെയ്യണം. കോഴ്സിന് ജോയിൻ ചെയ്യുന്നതിനായി ഈ കാണുന്ന ബോർഡ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക്